നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുത്താലിമീങ്ങൾ സ്റ്റുഡൻസ് സ്കൂൾ വിട്ട് വന്നാൽ അന്നത്തെ ദിവസം ഏതെല്ലാം പീരീഡുകളിലാണ് ക്ലാസ്സുകൾ ഉണ്ടായത്, എന്തെല്ലാം ക്ലാസ്സുകളാണ് ഉണ്ടായത്, ഹോംവർക്കുകൾ ഉണ്ടായിട്ടുണ്ടോ, നൈറ്റിൽ ഭക്ഷണം കഴിച്ചു വന്നതിൻ്റെ ശേഷം ഹോംവർക്കുകൾ എഴുതുകയും സ്കൂൾ പഠനത്തിന് വേണ്ടിയിട്ട് മിനിമം 1 അവറെങ്കിലും മാറ്റിവെച്ച് പഠിക്കുകയും ചെയ്യണമെന്നൊക്കെ നിർദ്ദേശം കൊടുക്കുമ്പോൾ ആ മക്കൾ നമ്മോട് അന്നത്തെ ദിവസം സ്കൂളിൽ നടന്നതിൻ്റെ ഒരു ബ്രീഫ് പങ്കുവെക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം 9th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞത്, ഉസ്താദ് ഇന്നും സ്കൂളിൽ അടിയുണ്ടായി എന്നുള്ളത്. 9th സ്റ്റാൻഡേർഡിലും 10th സ്റ്റാൻഡേർഡിലും പഠിക്കുന്ന കുട്ടികൾ റോട്ടിൽ വെച്ച് ഫൈറ്റിലാണ്. അവർ ക്രൗഡ് നോക്കി നിൽക്കുന്നതോ നാട്ടുകാരും കാരണവന്മാരും അടികൂടരുതെന്ന് പറയുന്നതിനോടോ കാതു കൊടുക്കാൻ അവർക്ക് മനസ്സില്ല. അവർ ശക്തമായ രൂപത്തിൽ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അടികൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഫുട്ബോൾ ടർഫിൽ വെച്ച് 14 വയസ്സുകാരനെ സഹപാഠികൾ ചേർന്ന് ആക്രമിക്കുകയും ഒരു സഹോദരി വന്ന് രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ് എൻ്റെ മോൻ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അവനെ കൊന്നിരുന്നേനെ എന്ന് ഗദ്ഗദത്തോടുകൂടെ നെഞ്ചു പൊട്ടിയിട്ടൊരു പിതാവ് പറയുന്നത്. ഇത്രമേൽ പുതിയ കാലത്തെ ന്യൂജൻ പിള്ളേർ അക്രമാസക്തമായി വളരാനുള്ള കാരണം എന്താണെന്ന് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറയുന്നതല്ല. ഈ അടുത്ത് നടന്നൊരു ഡീപ്പ് സ്റ്റഡി അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതിൽ കൃത്യമായി വിശദീകരിക്കുന്നത് ന്യായമാണെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിവിടെ പങ്കുവെക്കുന്നത്. പുതിയ കാലത്തെ ന്യൂജൻ പിള്ളേരെ ജനിച്ചു വീഴുന്നത് ഗാഡ്ജറ്റുകളിലേക്കും ഡിവൈസുകളിലേക്കും സ്മാർട്ട് ഫോണുകളിലേക്കുമാണ്. മുൻ ജനറേഷനുകൾക്കൊക്കെ അന്യമായിരുന്ന പലതും ന്യൂജൻ പിള്ളേർക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് സുലഭമായിട്ട്. പോൺ സൈറ്റുകൾ, അഡൽട്ട്സ് ആപ്പുകൾ, 18 കോണ്ടൻസുകളൊക്കെ മുൻകാലത്തെ ജനറേഷൻസൊന്നും അത് കിട്ടിയിട്ടില്ലായിരുന്നു. പുതിയ കാലത്തെ പിള്ളേർക്ക് VPN ഒക്കെ ഉപയോഗിച്ച് അതൊക്കെ യഥേഷ്ടം അവരുടെ വിരൽത്തുമ്പുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതവരെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? എത്രയോ ലൈംഗികാതിക്രമങ്ങൾ നമ്മുടെ മുമ്പിൽ വാർത്തകളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയല്ലേ. റീസെൻ്റ്ലി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന മൂവീസ് പോലും ചില ടെലഗ്രാം ബോട്ടുകൾ ഉപയോഗിച്ച് അവർ ക്രാക്ക് ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ അവർ രാത്രി ഭക്ഷണം കഴിച്ച് അവരുടെ ഏകാന്തമായ റൂമിലേക്ക് പ്രവേശിച്ച് 2-3 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഓരോ മൂവികളും ഹെഡ്ഫോൺ ചെവികളിലേക്കും വെച്ച് ഇരുളിൻ്റെ മുറിയിൽ ഏകാന്തമായി ഇരുന്ന് കാണുമ്പോൾ ആ 3 മണിക്കൂറുകളിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സീനും അവരെ സ്വാധീനിക്കുന്നില്ലെന്ന് ചോറ് കഴിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? തീർച്ചയായും അത് അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തും, ക്രമപ്പെടുത്തും. അതുകൊണ്ട് അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു കൺക്ലൂഷൻ ഈ ഒരു സ്റ്റഡിയിൽ കൊണ്ടുവരുന്നുണ്ട്. മക്കളെ, വിദ്യാർത്ഥികളെ ഒന്നുകൂടെ ജനകീയമാക്കിയിട്ട് കുടുംബത്തിൽ ഒന്നുകൂടി ഇടപെടുന്ന മക്കളാക്കിയിട്ട് മാറ്റുക. മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള സമയം കണ്ടെത്തുക. അതവരെ സോഷ്യലായിട്ട് ചിന്തിക്കാൻ കാരണമാക്കും. ഇപ്പോഴുള്ള ന്യൂജൻ പിള്ളേർക്കൊക്കെ സോഷ്യൽ ഡിസ്കണക്ഷൻ വന്നിരിക്കുന്നു. അതവരെ സോഷ്യലായിട്ട് കണക്ട് ചെയ്യാൻ കാരണമാക്കും. അങ്ങനെ അതിലൂടെ വളർന്നു വരുമ്പോൾ മാതാപിതാക്കളുടെ, കൂട്ടുകാരുടെ, സഹോദരന്മാരുടെയൊക്കെ വാല്യൂ, ധാർമ്മിക മൂല്യം അതിൽ നിന്ന് അവർ മനസ്സിലാക്കുമെന്നൊക്കെയാണ് കൺക്ലൂഷനായിട്ട് ആ സ്റ്റഡിയിൽ വരുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നന്നായി വളർത്തുക. കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് ചൊല്ലാണ് നമുക്കറിയാം. നമ്മൾ ചെറുപ്പത്തിലേ നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരണം. ചെറിയ കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ അവർക്ക് വെറുപ്പില്ലാത്ത രൂപത്തിൽ, സ്നേഹബുദ്ധിയ അവരെ ഇൻസൾട്ട് ചെയ്യാത്ത രൂപത്തിൽ ഉണർത്തിക്കൊടുത്ത് നല്ല രൂപത്തിൽ വളർത്തിയാൽ ഭാവിയിൽ മക്കൾ നമുക്കും അനുകൂലമാകും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീൻ